നമ്മുടെ ഒരു ആർത്രൈറ്റിസിൻ്റെ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ചികിത്സാ രീതികൾ എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് നോക്കുമ്പോൾ ഒരു 4 ഘട്ടമായിട്ടാണ് ഇവോൾവ് ചെയ്തത്. ഒന്ന്, ആദ്യ ഘട്ടത്തിൽ, അതായത് ഒരു 40-50 വർഷം മുമ്പൊക്കെ നോക്കുകയാണെങ്കിൽ പെയിൻ കില്ലേഴ്സും സ്റ്റിറോയിഡ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സൈഡ് എഫക്റ്റ് വളരെ കൂടിയ ചികിത്സാ രീതികളായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഏർലി 90s, അതായത് 30-35 കൊല്ലം മുമ്പ് മെതോട്രെക്സേറ്റ് പോലെയുള്ള മരുന്നുകൾ, ലെഫ്ലൂണമൈഡ് പോലെയുള്ള മരുന്നുകൾ വന്നു. അതിനെ കൺവെൻഷണൽ സിന്തറ്റിക് DMR എന്ന് പറയുന്നത്, അത് കെമിക്കൽ മോളിക്യൂൾസാണ്. അപ്പം അത് വളരെയധികം മാറ്റം ഉണ്ടാക്കി. മെതോട്രെക്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, വളരെ കൂടുതൽ മാറ്റം ഉണ്ടാക്കി. അതിനുശേഷം ഏർലി 2000, അതായത് 20 കൊല്ലം മുമ്പ്, അതായത് 30 കൊല്ലം മുമ്പാണ് കൺവെൻഷണൽ DMRs വന്നത്. അത് കഴിഞ്ഞ് 10-12 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് വേറൊരു വേവ് വന്നത്. അതിനാണ് ബയോളജിക്കൽ മരുന്നുകൾ എന്ന് പറയുന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഇഞ്ചെക്റ്റബിൾ ആയിട്ടുള്ള മരുന്നുകളാണ്. എന്താണ് ബയോളജിക്കൽസ് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബയോളജിക്കൽ മരുന്നിൻ്റെ പ്രശ്നം വളരെ വില കൂടിയ മരുന്നുകളാണ്. മെതോട്രെക്സേറ്റ് വളരെ ചീപ്പാണ്. ബയോളജിക്കൽസ് കണ്ടുപിടിച്ച സമയത്ത്, പേറ്റൻ്റ് ഉള്ള സമയത്തൊക്കെ വളരെ വില കൂടിയ മരുന്നാണ്. കാരണം അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടുതലായതുകൊണ്ട്, റിസർച്ച് കോസ്റ്റ് കൂടുതലായതുകൊണ്ട് വളരെ വില കൂടുതലായിരുന്നു. അതിൻ്റെ വില ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താ, ഇഞ്ചക്ഷനായിട്ട് അതെടുക്കണം. അതിനുശേഷം ഒരു 2010-12 കാലഘട്ടത്തിൽ കണ്ടുപിടിക്കപ്പെട്ട മരുന്നുകളാണ് ടാർഗറ്റഡ് സിന്തറ്റിക് DMR എന്ന് പറയുന്നത്. അതായത് അത് ടാബ്ലറ്റ് ഫോമിലുള്ള മരുന്നുകളാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ മെതോട്രെക്സേറ്റ് കഴിക്കുന്ന പോലെ കഴിക്കാം, പക്ഷേ അത് സ്പെസിഫിക് ആയിട്ട് ചില തന്മാത്രകളെ പോയിട്ട് ഇൻഹിബിറ്റ് ചെയ്യും. മെതോട്രെക്സേറ്റ് എന്ന് വെച്ചാൽ കുറേ എഫക്ട്സ് ഉണ്ട്. അതിന് T സെൽസിലുണ്ട്, B സെൽസിലുണ്ട്, അങ്ങനെ കുറേ സെൽസിൽ എഫക്റ്റ് ഉണ്ട്. പക്ഷേ ഈ ടാർഗറ്റഡ് സിന്തറ്റിക് DMR എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് ഒരു പൊസിഷനിൽ പോയിട്ട് ഒരു തന്മാത്രയെ ഇൻഹിബിറ്റ് ചെയ്യും. അതിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മരുന്നുകളാണ് ടൊഫാസെറ്റിനിബ് എന്ന മരുന്നാണ്. ഇത് കണ്ടുപിടിച്ചത് ഒന്ന് ടാബ്ലറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതുകൊണ്ട് താരതമ്യേന അത് എളുപ്പമാണ് യൂസ് ചെയ്യുക, ഇഞ്ചക്ഷനായിട്ട് എടുക്കേണ്ട. 2010 അത് ലോഞ്ച് ചെയ്തപ്പോൾ ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ വളരെ കുറച്ച് പേഷ്യൻസാണ് അത് കഴിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് 20,000 രൂപയ്ക്കായിരുന്നു ഒരു മാസത്തെ ചാർജ്, 20-25,000 രൂപയായിരുന്നു ഒരു മാസത്തെ കോസ്റ്റ്. 2020 ആയപ്പോൾ അത് ഓഫ് പേറ്റൻ്റായി. ഓഫ് പേറ്റൻ്റ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ സാധിക്കും. വളരെ വില കുറഞ്ഞു. അപ്പോൾ ചില കമ്പനികൾ ഇപ്പോൾ 1000 രൂപയ്ക്ക് പോലും കിട്ടാനുണ്ട്. അത്യാവശ്യം നല്ല കമ്പനി 1500-2000 രൂപയ്ക്ക് അടുപ്പിച്ചാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മോളിക്യൂളാണിത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ടൊഫാസെറ്റിബിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായ മോണിറ്ററിങ്ങോട് കൂടി ആണ് നമ്മൾ ഈ ഗുളിക കഴിക്കേണ്ടത്. കാരണം ഒന്ന്, വളരെ പെട്ടെന്ന് എഫക്റ്റ് വരുന്നൊരു ഗുളിക ആയതുകൊണ്ട് അതിന് അതുപോലെ സൈഡ് എഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഒരു റുമറ്റോയ്ഡ് ഇത്ര എഫക്റ്റീവായിട്ടുള്ള മോളിക്യൂളല്ലേ, അപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് ഫസ്റ്റ് തന്നെ ടൊഫാസെറ്റിബ് കൊടുത്താൽ പോലെ? ഒരിക്കലും കൊടുക്കാൻ പാടില്ല. കാരണം വേൾഡ് ഓവറുള്ള റിസർച്ച് കാണിച്ചേക്കുന്നത് മെതോട്രെക്സേറ്റും ഹൈഡ്രോക്സിക്ലോറോക്വിനും കൺവെൻഷണൽ DMRs ആണ് ഏറ്റവും സേഫസ്റ്റ്. 30 കൊല്ലമായി നമ്മൾ കൺവെൻഷണൽ DMR യൂസ് ചെയ്യും. നമുക്ക് അതിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് A to Z അറിയാം. എന്തൊക്കെ സംഭവിക്കും, മെതോട്രെക്സേറ്റ് കഴിച്ചാൽ എന്ത് സംഭവിക്കും, എങ്ങനെയാണ് മോണിറ്റർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് സൈഡ് എഫക്ട്. ലോങ് ടേം സേഫ്റ്റി ഈസ് വെൽ പ്രൂവൺ. HCQ-നാണെങ്കിൽ മെതോട്രെക്സിനും ലെഫ്ലൂണമൈഡിനും സൾഫാസെൽസിനും എല്ലാം അങ്ങനെയാണ്. അതാണ് കൺവെൻഷണൽ DMRs, സാസ് അല്ലെങ്കിൽ ഫോളിട്രാക്സ്, HCQS അങ്ങനെയുള്ള മരുന്നൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. അതിനൊക്കെ സൈഡ് എഫക്റ്റിന് ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഈ ടൊഫാസെറ്റിബിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാതെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാണ് സൈഡ് എഫക്റ്റ്. ഒന്ന്, ടൊഫാസെറ്റിബ് കഴിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ കൗണ്ട് കുറയുന്നുണ്ടോ നമ്മൾ നോക്കണം. WBC കൗണ്ട് കുറയാം. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം. ചിലർക്ക് SGOT, SGPT, ലിവറിൽ ചെറിയ എൻസൈംസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതും കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം. ഇത് രണ്ടും നമ്മൾ മോണിറ്റർ ചെയ്യുന്നതാണ്. മെതോട്രെക്സേറ്റിനൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ ടൊഫാസെറ്റിബിൻ്റെ കാര്യത്തിൽ 2 മേജർ കൺസേൺസ് ആണ് മുമ്പോട്ട് വരുന്നത്. ഒന്ന്, ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കൂടുതലാണെന്ന് പറഞ്ഞൊരു പഠനം വന്നു. ഒരു 2-2.5-3 വർഷം മുമ്പാണ് ആ പഠനം വന്നത്. ടൊഫാസെറ്റിബ് കഴിക്കുന്നവർക്ക് TNF, അതായത് TNF-നെ ഇൻഹിബിറ്റ് ചെയ്യുന്ന എറ്റനാസെറ്റ് പോലെ ഇഞ്ചക്ഷൻ എടുക്കുന്നതിനേക്കാളും ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കുറച്ച് കൂടുതലാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ടൊഫാസെറ്റിബ് എല്ലാവരും നിർത്തണമെന്നാണ്? ഒരിക്കലുമല്ല. അത് കഴിഞ്ഞ പഠനങ്ങൾ വന്നു. ആ പഠനങ്ങൾ പറയുന്നത് 60 വയസ്സിന് മുകളിലുള്ള പ്രായമായ സ്മോക്കേഴ്സ്, അതായത് പുകവലിക്കുന്നവർക്ക് ഈ ടൊഫാസെറ്റിബ് യൂസ് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് വേണം. അല്ലെങ്കിൽ നേരത്തെ ഹാർട്ട് അറ്റാക്ക് വന്നവർക്ക് ടൊഫാസെറ്റിബ് യൂസ് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് വേണം. സൂക്ഷിച്ച് വേണമെന്ന് വെച്ചാൽ എന്താണ്? അവരുടെ കൊളസ്ട്രോൾ നമ്മൾ കൺട്രോൾ ചെയ്യണം. 2, അവരുടെ ഷുഗർ ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യണം. സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യണം. ഈ 3 കാര്യങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. പിന്നെ ടൊഫാസെറ്റിബ് നമ്മൾ കെയറിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ചെയ്യുന്നത് ആദ്യം അസുഖം കൺട്രോൾ ആകുന്നവരെ ഫുൾ ഒരു 10 mg ആണ്. 5 mg 2 നേരമാണ് ഡോസ്. അതിനേക്കാൾ ഹയർ ഡോസ് കൊടുക്കാറുണ്ട്, പക്ഷേ നമ്മൾ കൊടുക്കാറില്ല. പലപ്പോഴും 5 mg 2 നേരം, അതായത് 10 mg ആണ് അതിൻ്റെ ഡോസ്. ആ ഡോസ് കൊടുത്ത് അസുഖം കൺട്രോൾ ആകുന്നു. കൺട്രോൾ ആയി കഴിയുമ്പോൾ 2-3 മാസത്തിനുള്ളിൽ നമ്മൾ ഡോസ് കുറച്ച് തുടങ്ങും. ഡോസ് കുറച്ച് കഴിയുന്നതും ചെറിയ ഡോസിൽ കൊടുക്കുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ഒരു പഠനം, നമ്മൾ തന്നെ കേരളം നടത്തിയൊരു പഠനമാണ്. ഒരു ആങ്കൈലോസിസ് സ്പോണ്ടിലൈറ്റിസിൽ നമ്മൾ 150 പേരിൽ നടത്തിയ പഠനത്തിൽ നമുക്ക് മനസ്സിലായി, ബഹുഭൂരിഭാഗം ആളുകളിലും ഈ ടൊഫാസെറ്റിബിൻ്റെ ഡോസ് നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. മിനിമം ഡോസിൽ പലപ്പോഴും പല പേഷ്യൻസും 5 mg 1 അടവോ അല്ലെങ്കിൽ 5 mg ആഴ്ച 2 ദിവസമൊക്കെയാണ് കഴിയുന്നത്. വളരെ ചെറിയ ഡോസിലേക്ക് കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരു 75-80% ആളുകൾക്കും
ഡോസ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ കഴിയുന്നതും പെട്ടെന്ന് 4-5 മാസം കഴിയുമ്പോൾ ഡോസ് കുറച്ച് കൊണ്ടുവന്ന് മിനിമം ഡോസിൽ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ വേറെ മരുന്നുകൾ അതിൻ്റെ കൂടെ കൊടുത്താൽ മാത്രമേ ഇത് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ രണ്ടാമതൊരു പ്രശ്നം, ഇവരുടെ കൊളസ്ട്രോൾ കൂടും ചിലപ്പോൾ. ടൊഫാസിലിബ് കഴിക്കുന്ന LDL, കാരണം അത് കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം പറയുന്നത് അസുഖം പെട്ടെന്ന് കൺട്രോൾ ആകും. അതായത് ESR കുറയുമ്പോൾ LDL കൂടും. അതൊരു ലിപ്പിഡ് പാരഡോക്സ് എന്നൊക്കെ പറയും. അതായത് ESR കുറയുമ്പോൾ, അതായത് ഇൻഫ്ലമേഷൻ ശരീരത്തിലെ നീർക്കെട്ട് കുറയുമ്പോൾ എന്ത് പറ്റും, കൊളസ്ട്രോൾ കൂടും. അപ്പോൾ ആ കൊളസ്ട്രോളിൽ മരുന്ന് കൊടുക്കണം. അത് മസ്റ്റായിട്ട് LDL ചെക്ക് ചെയ്യണം. നിങ്ങളുടെ ലിപ്പിഡ് പ്രൊഫൈൽ ടൊഫാസിലിബ് കഴിക്കുന്നവരാണ് 3 മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്ത് LDL ലെവൽ കുറച്ച് കൊണ്ടുവരിക. അപ്പം കറക്റ്റായിട്ട് ലിപ്പിഡ് പ്രൊഫൈൽ മോണിറ്റർ ചെയ്ത് 2 കൊളസ്ട്രോൾ കുറച്ച് ഷുഗർ കൺട്രോൾ ചെയ്ത് സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്താൽ ഹാർട്ട് അറ്റാക്കിനുള്ള റിസ്ക് വളരെ 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 കുറയും. മാത്രമല്ല അപ്പം ഹൃദയാഘാത നമ്മുടെ അത്രോസ്ക്ലോസിനുള്ള റിസ്ക്കും വളരെയധികം കുറയും. മാത്രമല്ല അത് കുറച്ചുകൊണ്ട് വന്ന മിനിമം ഡോസിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 60 വയസ്സിൽ താഴെയുള്ളവർക്ക് അതിനുള്ള റിസ്ക് വളരെ കുറവാണ്. വേണ്ട പേഷ്യൻസിന് വളരെ ചെറിയ ഡോസിൽ കൊടുക്കേണ്ട ഒരു മരുന്നാണ്. പക്ഷേ വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള മരുന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെ ടോക്സിറ്റി നിങ്ങൾ ഭയങ്കരമായിട്ട് പേടിക്കേണ്ട കാര്യമില്ല. അതൊരു പ്രശ്നമുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു 4,000-5,000 പേഷ്യൻ്റ് ടൊഫാസിലിബ് കഴിക്കുന്നത്. അതിൽ അവർ നടത്തിയ പഠനത്തിൽ നമുക്ക് മനസ്സിലായത് റിസ്ക് ഓഫ് ഹാർട്ട് അറ്റാക്ക് വളരെ കൂടുതലല്ല. അതിന് കാരണം എന്താണ്, നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രോട്ടോക്കോളാണ്. കഴിയുന്നത് പെട്ടെന്ന് കുറച്ച് മിനിമം ഡോസിലേക്ക് കൊണ്ടുവരിക. ലിപ്പിഡ്സ് കൊളസ്ട്രോൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അത് കുറച്ച് കൊണ്ടുവരിക. സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്യിക്കുക. അങ്ങനെ പറഞ്ഞ് ഈ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, ടൊഫാസിലിബ് കഴിച്ചവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം, നേരത്തെ ക്യാൻസർ ഉണ്ടായ ആളുകൾക്ക് ടൊഫാസിലിബ് കൊടുക്കുന്നത് കഴിയുന്ന ഒഴിവാക്കണം. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് CA ബ്രസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കിഡ്നിയിൽ ക്യാൻസർ ഉണ്ടായിട്ടുണ്ട്, അവർ ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമായെങ്കിൽ അവർക്ക് ഈ ടൊഫാസിലിബ് മോളിക്യൂൾ കൊടുക്കുന്നത് കഴിയുന്ന നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അവർക്ക് ഓൾട്ടർനേറ്റീവായിട്ടുള്ള മെഡിസിൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ടൊഫാസിലിബിൻ്റെ കോസ്റ്റ് കുറഞ്ഞതുകൊണ്ടും ടാബ്ലറ്റായിട്ട് അവൈലബിൾ ആയതുകൊണ്ടും പലപ്പോഴും ഉണ്ടാകുന്ന ഓവർ യൂസ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട്. അത് കഴിയുന്ന നമ്മൾ ഒഴിവാക്കണം. കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ടൊഫാസിലിബ് വളരെ എഫക്റ്റീവായിട്ടുള്ള മോളിക്യൂളാണ്. പക്ഷേ ഒരു ഡോക്ടറുടെ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്ററിങ്ങിലൂടെ മാത്രമേ ഇത് കഴിക്കാവൂ. എന്തുകൊണ്ടാണ് ഇത് വീണ്ടും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഈ ടൊഫാസിലിബ് വളരെ എഫക്റ്റീവ് ആയതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യും, ഇത് ഗുളിക തന്നെയല്ലേ തന്നുകൊണ്ടിരിക്കുന്നത്, അത് തന്നെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. അതിനെ മേടിച്ച് കഴിക്കുമ്പോൾ എന്ത് പറ്റും, നമ്മളറിയാതെ പല സൈഡ് എഫക്റ്റുകളും ഉണ്ടാകും. ഒരിക്കലും അങ്ങനെ നമ്മൾ കഴിക്കരുത്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ലോങ് ടേമിൽ നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ മോണിറ്റർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റ് വരാതെ നോക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഡോസ് പല ആളുകളിലും കുറച്ച് കൊണ്ടുവരാനും സാധിക്കും.